എന്നാൽ മിത്രമേ, ഈ രാജകുമാരൻ ശരിക്കും രാജകുമാരൻ തന്നെയാണോ, അതോ മറ്റാരെങ്കിലും ആണോ? ഒരൊറ്റ തവണ ഇത്രയേറെ ഭോജനം രാക്ഷസന്മാരെ കഴിക്കൂ. ഏയ് അഭിരാജ്, നിരർത്ഥകമായ കാര്യങ്ങൾ പറയാതിരിക്കൂ. നമ്മളിപ്പോൾ തന്നെ കുറെ സമയം നഷ്ടപ്പെടുത്തി. ഇനിയും സമയം നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. ഇനി അഥവാ രണ്ടാമതൊരവസരം ലഭിച്ചാൽ തന്നെ നമുക്ക് രാജാവിന്റെ അറയുടെ അടുത്തെത്താൻ സാധിക്കില്ല. നടക്കൂ, നടക്കൂ. ഈ അറയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഈ കാവൽക്കാരെ അകറ്റിയേ മതിയാകൂ. എന്നാൽ അതിനിവരുടെ അടുത്ത് ചെല്ലുന്നതിന് പകരം ദൂരെ നിന്ന് ഭയപ്പെടുത്തുന്നതാണ് ഉചിതം. ആരാണിപ്പോൾ ആപത്തിൽ? ആരാണ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്? അതാ അവിടെ നോക്കൂ. ഓടിപ്പോകാനോ? എന്നാൽ നാം എന്തിനു ഓടണം? അപ്പോൾ ശരിക്കും എന്തെങ്കിലും ആപത്തുണ്ടോ? ശരിക്കും എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടെങ്കിൽ പിതാശ്രീയെ തനിച്ചാക്കി എങ്ങനെ രക്ഷപ്പെടും? ആരോ ചുവട് വയ്ക്കുന്ന ശബ്ദം കേൾക്കാമല്ലോ. ഈ വിഷം നിറഞ്ഞ തേളുകളെല്ലാം പിതാശ്രീയുടെ അറയിലേക്ക് തന്നെയാകും പോകുന്നത്. ഇവൾ ആ ദേവകന്യക തന്നെയാണെന്ന് കരുതുന്നു. വീണ്ടും വീണ്ടും നമ്മുടെ മാർഗത്തിലെ മുള്ളായി മാറുകയാണിവൾ. ഇപ്പോൾ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ തന്നെ ഇവളുടെ അന്ത്യം കുറിക്കുന്നതാണ്. നാം പ്രാണികളെ വധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ ഈ വിഷം നിറഞ്ഞ തേളുകൾക്ക് ആരെയെങ്കിലും വധിക്കണമെന്നുണ്ടെങ്കിൽ ഇവ നമ്മെ വധിക്കട്ടെ, നമ്മെ തന്നെ വധിക്കട്ടെ. അങ്ങനെയാണോ? അപ്പോൾ നിനക്ക് നിന്റെ ദിവ്യശക്തിയിൽ ഇത്രയും അഹങ്കാരമാണല്ലേ? നമ്മുടെ തേളുകളുടെ പ്രഹരമേൽക്കുന്നതിന് വേണ്ടി സ്വയം മുന്നോട്ട് വന്നിരിക്കുകയാണല്ലേ? എങ്കിൽ നീ ഇത് സ്വീകരിച്ചോളൂ. ഇനി നമ്മുടെ പ്രഹരമേറ്റ് തന്നെ നീ ചാരമായി തീരട്ടെ. വരൂ 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 വരൂ, ഇവിടെ വരൂ. കാവൽക്കാർ ഇനിയും കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരും. തീർച്ചയായും അത് പ്രശ്നമായി തീരും. നാം ഇനി കഴിയുന്നത്രയും വേഗം തന്നെ
ഇവിടെ നിന്ന് പുറത്തു പോവേണ്ടതാണ്.